ഇടത് പാർട്ടികൾക്കും കോൺഗ്രസിനും ശക്തമായ വേരോട്ടമുള്ള കേരളത്തിൽ ഇടതു വലത് മുന്നണികൾ തീർത്ത പത്മവ്യൂഹം ഭേദിക്കാൻ ബി.ജെ.പിക്ക് കഴിയില്ലെന്ന അലിഖിത നിയമം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ മാറ്റിയെഴുതി. തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുപ്പിൽ സംസ്ഥാനത്ത് യു.ഡി.എഫിനും എൽ.ഡി.എഫിനും വോട്ട് ചോർച്ചയുണ്ടായപ്പോൾ ബി.ജെ.പിയുടെ ഗണ്യമായ വളർച്ച ഇരു മുന്നണികൾക്കും തലവേദനയാകും. കേരളവും ബി.ജെ.പിക്ക് ബാലികേറാമലയല്ലെന്ന് തെളിയിക്കുകയാണ്. സംസ്ഥാനത്തെ ഇരുമുന്നണികൾ സജീവമായി നിൽക്കുന്നതിനിടയിലൂടെ ബി.ജെ.പിക്ക് വേണ്ടത്ര വളരാൻ കഴിയില്ലെന്ന നിരീക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ തിരുത്തിക്കുറിക്കുന്നത്. തൃശൂർ സീറ്റ് വൻ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി അങ്ങെടുത്തു എന്ന് മാത്രമല്ല, കേരളത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. ലഭിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ യു.ഡി.എഫ് മുന്നിലാണെങ്കിലും 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് യു.ഡി.എഫ് എൽ.ഡി.എഫ് മുന്നണികൾക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനം കുറഞ്ഞുവെന്നത് ഇരു മുന്നണികളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. 2019 തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് 19 സീറ്റും എൽ.ഡി.എഫിന് 1 സീറ്റുമാണ് ലഭിച്ചത്. അന്ന് യു.ഡി.എഫിന് ലഭിച്ചത് 47.3% വോട്ടും എൽ.ഡി.എഫിന് ലഭിച്ചത് 34.2%, ബി.ജെ.പി മുന്നണിയായ എൻ.ഡി.എക്ക് ലഭിച്ചത് 14.8% വോട്ടുകളുമാണ്. ഇത്തവണ യു.ഡി.എഫിന് ലഭിച്ച 18 സീറ്റുകളിലേറെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും ലഭിച്ച വോട്ട് 44.7%. 5 വർഷത്തിനിടെ 2.6% വോട്ട് കുറഞ്ഞു. എൽ.ഡി.എഫിന് 2019 ലഭിച്ചത് 34.2%, ഇക്കുറി 0.41% നേരിയ കുറവേ ഉണ്ടായിട്ടുള്ളൂവെന്ന് ആശ്വസിക്കാം. എന്നാൽ 2019 14.8% വോട്ട് നേടിയ എൻ.ഡി.എ 4.40% വർദ്ധിപ്പിച്ച് 19.2%-ലെത്തി. ഇനി ഒരു 5% വോട്ട് കൂടി നേടിയാൽ തൃശൂർ പോലെ കേരളം തന്നെ അങ്ങെടുത്താലും അത്ഭുതപ്പെടാനില്ലെന്ന സ്ഥിതിയാകും. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും വിജയിച്ച സ്ഥാനാർത്ഥിയും തോറ്റ എൻ.ഡി.എ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം കഷ്ടിച്ച് 15,000 മുതൽ 16,000 വോട്ടിന്റെ മാത്രമാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ജയിച്ച സ്ഥാനാർത്ഥി യു.ഡി.എഫിലെ ശശി തരൂരിനേക്കാൾ 25,000 വോട്ടിന് മുന്നിലെത്തി വിജയപ്രതീക്ഷ സൃഷ്ടിച്ചിരുന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ച കോൺഗ്രസിലെ കെ.സി. വേണുഗോപാലിന്റെ തൊട്ടു പിന്നിലെത്തിയെന്ന് മാത്രമല്ല, എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയും സി.പി.എമ്മിന്റെ ഏക സിറ്റിംഗ് എം.പിയുമായിരുന്ന എ.എം. ആരിഫിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളി. യു.ഡി.എഫ് സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പാലക്കാട്, പൊന്നാനി, കാസർഗോഡ് മണ്ഡലങ്ങളിലും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിച്ച ആലത്തൂരിലും എൻ.ഡി.എ നന്നായി വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലെ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ ബി.ജെ.പി 1ാം സ്ഥാനത്തെത്തിയെന്നത് ചെറിയ കാര്യമല്ല. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്താണ്. അതായത് 8ഇടത്ത് സി.പി.എമ്മിനോ കോൺഗ്രസിനോ മുകളിൽ. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ, കാട്ടാക്കട, തൃശൂർ മണ്ഡലത്തിലെ തൃശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, മണലൂർ, പുതുക്കാട് എന്നിവിടങ്ങളിലാണ് ബി.ജെ.പി 1ാമതെത്തിയത്. ഗുരുവായൂരിൽ മാത്രമാണ് പിന്നിൽ പോയത്. തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, പാലക്കാട്, മാഞ്ചേശ്വരം, ഹരിപ്പാട്, കായംകുളം, കാസർഗോഡ് അസംബ്ലി മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തിയത്. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പാലക്കാട് അസംബ്ലി സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനെയുണ്ടാകും. നിയമസഭയിൽ വീണ്ടും സീറ്റ് നേടാനുള്ള ബി.ജെ.പിയുടെ ശ്രമം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാനാകും. പാർട്ടിയുടെ ശ്രമം 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ചത് 31,56,320 വോട്ടുകളായിരുന്നു. 2024 അത് 38,37,007 ആയി വർദ്ധിച്ചു. 5 വർഷത്തിനിടെ 6,80,677 വോട്ടുകൾ വർദ്ധിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. സംസ്ഥാനത്ത് സി.പി.എമ്മിനും കോൺഗ്രസിനും അടുത്തായി ബി.ജെ.പിയും എത്തിയെന്ന് ചുരുക്കം. കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലെയും എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടിന്റെ കണക്ക് പരിശോധിച്ചാൽ മതിയാകും ബി.ജെ.പി നേടിയ വളർച്ചയുടെ ആഴം മനസ്സിലാക്കാൻ. ഓരോ സ്ഥാനാർത്ഥിയും നേടിയ വോട്ടുകൾ പരിശോധിച്ചു നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാകും.
21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.